ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നാം ദിനംതോറും ആഴ്ചതോറും ഒക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ നാം കേൾക്കുന്നതായിട്ടുള്ള ദൈവവചനം അത് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ ഇന്ന് നമുക്ക് പൊതുവിൽ കാണുവാനായിട്ട് സാധിക്കും. പൊതുവിലുള്ള ക്രിസ്തീയ ലോകത്ത് ധാരാളം കേൾക്കുന്നുവെങ്കിലും അതിനെ വേർതിരിച്ച് ചിന്തിക്കാനോ അതിനെ ഉൾക്കൊള്ളുവാനോ അത് മനുഷ്യൻ്റെ ആത്മീയ പ്രയോജനത്തിനായി ഉപകരിക്കുവാനോ സാധിക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഇന്ന് സമൂഹത്തിലുണ്ട്, ക്രിസ്തീയ ലോകത്തുണ്ട്. ഞാനതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുകയും ഒരല്പ വിഷമമൊക്കെ എനിക്ക് ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതിന് ഇങ്ങനെ ദൈവവചനം അത് കൃത്യമായി നിർദോഷമായി മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുൻവിധികളാണ്. നമ്മൾ ഒരുപക്ഷെ നേരത്തെ കേൾക്കുകയും ചെറുപ്പം മുതൽ കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തതായിരിക്കുന്ന നമ്മുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുകയും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി തന്നെ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ല. അപ്പോൾ നമ്മൾ ആ കേട്ടതായിട്ടുള്ള കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അശ്രദ്ധമായി ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം അതാണ്. ദൈവവചനത്തിൽ നിന്നും വളരെ കൃത്യമായി പല വിഷയങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഭയിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പല കാലങ്ങളായി പല വിഷയങ്ങളും അങ്ങനെ പഠിച്ചിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെ നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളിവിടെ ആചരിച്ചു പോരുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും സഭായോഗം കൂടുമ്പോൾ നമ്മുടെ സഭായോഗത്തിൻ്റെ ഭാഗമായിട്ട് തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെയാണ്, എപ്പോഴാണ്, ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് തുടർന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് എത്ര പഠിപ്പിച്ചാലും അതിനെക്കുറിച്ച് എന്തോ സംശയങ്ങളൊക്കെ പലരിലും ഉള്ളതായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ആചരിക്കണമോ, അത് ആചരിക്കണമെങ്കിൽ അത് ആരാണ് അത് ആചരിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് ആചരിക്കേണ്ടത് തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വളരെ ചുരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കാരണം അതിനെതിരെ ഉള്ളതായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയേണ്ടതായിട്ട് വരുന്നത്, ഒന്ന് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്, ഈ തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചത് അത് ഒരു അനുവാദം എന്നുള്ള നിലയിലല്ല, അതൊരു കൽപ്പന എന്നുള്ള നിലയിലാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്നതിൽ വിരോധമില്ലെന്നോ ചെയ്താൽ നല്ലതാണെന്നോ ഒന്നുമല്ല. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ അതൊരു കൽപ്പനയാണ്. അത് കൽപ്പനയാണ് എന്നുള്ളതിന് നമുക്ക് പിന്നീട് കിട്ടുന്ന തെളിവ് എന്ന് പറയുന്നത് സഭ രൂപപ്പെട്ട നാൾ മുതൽ, ആദ്യ ദിവസം മുതൽ അത് ഈ ദൈവമക്കൾ സഭയായി അത് ചെയ്തു പോന്നു എന്നുള്ളതാണ്. ആദ്യം അത് ദിനംതോറുമായിരുന്നു. എന്നാൽ പിന്നീട് സഭയുടെ യോഗങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നുള്ള നിലയിലേക്ക് പരിമിതപ്പെടുത്തിയപ്പോൾ അവർ കൂടി വന്നുകൊണ്ടിരുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ കൂട്ടായ്മയും, അതുപോലെ തന്നെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്നേഹവിരുന്നും അതുപോലെ തന്നെ അവരുടെ പരസ്പരമുള്ള ബന്ധം പുതുക്കലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയുമായിരുന്നു. സഭായോഗത്തെ പലപ്പോഴും സഭായോഗമെന്നല്ല, അപ്പം നുറുക്കുവാൻ അവർ കൂടി വന്നപ്പോൾ എന്നും ഭക്ഷണം കഴിപ്പാൻ അവർ കൂടി വന്നപ്പോൾ അല്ലെങ്കിൽ കൂടി വരുമ്പോൾ എന്നുമൊക്കെയാണ്
അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്നൊക്കെ സഭ ഒരുമിച്ച് കൂടുന്നുവോ അന്നൊക്കെ ഈ തിരുവത്താഴ് ശുശ്രൂഷ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതിന് ബൈബിളിൽ നമുക്ക് ആവോളം തെളിവുണ്ട്. അതുകൂടാതെ 1-ാം നൂറ്റാണ്ടിലെ പല ചരിത്ര രേഖകളിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്രരേഖകളെ നമ്മൾ ബൈബിളിന് തുല്യമായി ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ചരിത്രരേഖകൾ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് ബൈബിളിൻ്റെ ഭാഗമല്ല. അതിൽ ബൈബിളിനോട് കൂട്ടിച്ചേർക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും ഇന്നയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയും. അത് പറയുന്നത് നമ്മൾ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള സത്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെയേ ഉള്ളൂ അങ്ങനെയുള്ള ചരിത്രരേഖകളിലും അതുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വക സംശയവും ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല. പൊതുവിൽ സഭകളിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാം, ഈ പൗരോഹിത്യ സഭകളിലൊക്കെ അവരുടെ എല്ലാ ആരാധനാ യോഗങ്ങളിലും അവർക്ക് കുർബാന എന്ന പേരിൽ ഇതുണ്ട്. എല്ലാ ആരാധനാ യോഗങ്ങളിലും അവർക്കുണ്ട്. നമ്മുടെ പെന്തക്കോസ്ത് സഹോദരന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവർ ഇത് മാസത്തിൽ 1 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പൊതുവിൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ലോക്കൽ ചർച്ചകളിലൊക്കെ അതെല്ലാ ആഴ്ചകളിലുമുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ തോന്നുമ്പോൾ മതി എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള സഭകളുമുണ്ട്. യഹോവ സാക്ഷികൾ അത് വർഷത്തിലൊരിക്കൽ മാത്രം ആ അപ്പം കൊണ്ടുവയ്ക്കും, ആർക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് കൊണ്ടുപോയി കുഴിച്ചിടും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആളുകൾക്കുണ്ട്. എന്നാൽ ദൈവവചനത്തിലെ നമുക്ക് സത്യം, മാറ്റമില്ലാത്ത സത്യം എന്ന് പറയുന്നത് അത് സഭ കൂടുമ്പോഴൊക്കെയും അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സഭായോഗം, ഇപ്പോൾ സഹോദരിമാരുടെ യോഗമോ സഹോദരന്മാരുടെ യോഗമോ അതൊന്നും സഭയുടെ യോഗമല്ല. സഭയുടെ പൊതുവായിട്ടുള്ള യോഗം കൂടുമ്പോൾ അത് ചെയ്യണം. അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഇതിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അതും നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൗരോഹിത്യ സഭകളിലാണെങ്കിൽ ആദ്യ കുർബാന കൈക്കൊണ്ട് എല്ലാവർക്കും അവരുടെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അതിനുശേഷം കുമ്പസാരിക്കണമെന്നൊരു നിയമം അവർക്കുണ്ട്. അതൊന്നും ബൈബിൾ പ്രകാരമുള്ളതല്ല. അവരെ നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പെന്തക്കോസ്ത് സഭകളിൽ അത് ഒരു 2 ദിവസത്തെ ഉപവാസത്തിൻ്റെ പരിസമാപ്തിയായിട്ടാണ് അവർ ഈ തിരുവത്താഴ് ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ് സഭകളിലൊന്നും അങ്ങനെ, ഈ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ലോക്കൽ ചർച്ചകളിലൊന്നും അങ്ങനെ ഒരു പ്രമാണമില്ല. അവരെല്ലാ ആഴ്ചയും അതിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ചില സഭകളിൽ ഇതിന് ഈ ബൈബിളിലുള്ളതിനപ്പുറം ചില വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് ഞാൻ ഇതിനിടയ്ക്ക് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്നാനപ്പെട്ടതായിട്ടുള്ള ആളുകളെയാണ് രക്ഷിക്കപ്പെട്ടതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. സ്നാനപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവർ ദൈവവും സഹോദരന്മാരുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുന്ന നിലയിൽ ജീവിക്കുമ്പോൾ അവർക്കതിൽ പങ്കെടുക്കാം. എന്നാൽ അങ്ങനെ ദൈവവുമായിട്ടും ബന്ധം പുലർത്താതെ സഹോദരന്മാരുമായിട്ടും ബന്ധം പുലർത്താതെ ഇരിക്കുകയും അതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതായുള്ള ഒരാശയം ബൈബിളിലില്ല. ബൈബിളിൽ എനിക്ക് പലരോടും പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു പ്രമാണവും ബൈബിളിലില്ല. അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാതിരുന്നാൽ നിങ്ങളുടെ കാര്യം ഓക്കെ ആണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നമ്മൾ ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോപിച്ചാൽ പോലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർക്കണം എന്നുള്ളതാണ് നമ്മളുടെ പ്രമാണം. എന്നാൽ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം വെളിച്ചത്തിൽ നടക്കുന്ന ആളുകൾക്ക് മാത്രമേ കൂട്ടായ്മയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വെളിച്ചത്തിൽ നടക്കുന്ന ആളുകൾ ആരൊക്കെയോ സഭയിലുണ്ടോ അവർ തമ്മിൽ മാത്രമേ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതായിട്ടുള്ള ഒരു നിയമം ചില സഭകളിൽ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ വെളിച്ചത്തിലുള്ളവർ തമ്മിലേ കൂട്ടായ്മയുള്ളൂ എന്ന് പറയുന്നത് തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. തിരുവത്താഴ് ശുശ്രൂഷയിൽ ഈ വെളിച്ചത്തിലുള്ളത് ആരാണ് എന്ന് തീരുമാനിക്കാൻ രണ്ടാമതൊരാൾക്കോ യാതൊരു വക അനുവാദവും ഉള്ളതല്ല. തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കാനെന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, തന്നെ വിധിച്ചാൽ അവൻ വിധിക്കപ്പെടുകയില്ല. അതിനുശേഷം പറയുന്നതായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ചിന്തകളും അതൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. എന്നാൽ പരസ്യമായിട്ടുള്ള പാപത്തിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കും, അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സംശയ വിചാരങ്ങളെ വിധിക്കാനായിട്ട്
നമുക്ക് ആർക്കും അവകാശമില്ല. ഇപ്പോൾ ബാബു സഹോദരൻ്റെ ഹൃദയം അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബാബു സഹോദരനെ ഈ ശുശ്രൂഷയിൽ കൂട്ടണ്ട എന്ന് പറയാൻ എനിക്കോ ഈ സഭയിലുള്ള ആർക്കുമോ അതിനുള്ള ഒരു അവകാശമോ അധികാരവും ഇല്ല എന്നുള്ളതാണ്. ഈ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ഈ വെളിച്ചത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ക്രിസ്തീയ ജീവിത നടപ്പിൽ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു തനി ജഡികനായിട്ട് ലൗകികനായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ വിഷയം മിക്കവാറും എന്തായിരിക്കും? ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഷയം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവവചനവും പ്രാർത്ഥനയും ഉപവാസവും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസമായതുകൊണ്ട് അവർക്ക് തമ്മിലൊരു കൂട്ടായ്മ അസാധ്യമാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അതിനകത്ത് യാതൊരു വക തിരുവത്താഴ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഒരു സൂചനയും അതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അല്ല അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അങ്ങനെയുള്ള ആളുകൾ പറയുന്നതായിട്ടുള്ള മറ്റൊരു വാദഗതി എന്ന് പറയുന്നത്, കർത്താവ് പല കാര്യങ്ങൾക്കും പോയപ്പോൾ, ഉദാഹരണത്തിന് കർത്താവ് മറുരൂപമലയിലേക്ക് പോയപ്പോഴൊക്കെ വളരെ അടുപ്പമുള്ള 2-3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അങ്ങനെയുള്ള 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കർത്താവിന് പ്രത്യേക സമയങ്ങളിലൊക്കെ അടുപ്പമുള്ള ഒരു 3 പേരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവർ തമ്മിലായിരുന്നു കൂട്ടായ്മ. അതുകൊണ്ടൊരു സഭയ്ക്കുള്ളിൽ അതുപോലെ ഉള്ള ചില കൂട്ടങ്ങൾ മാത്രമാണ് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് യോഗ്യതയുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വ്യാഖ്യാനം സഭയ്ക്കുള്ളിൽ മറ്റൊരു സഭ എന്ന് പറയുന്നതായിട്ടുള്ളൊരു പരിപാടി ദൈവവചനത്തിൽ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിച്ചപ്പോൾ ഒരു കള്ളനായിരുന്ന അല്ലെങ്കിൽ ഒരു മോഷ്ടാവായിരുന്ന യൂദാസിനെ പോലും ഒഴിവാക്കിയില്ല. ആ 12 ശിഷ്യന്മാരെയും കൂടെ കൂട്ടി ഒരുമിച്ചിരുത്തിയാണ് കർത്താവ് ഈ ശുശ്രൂഷ സ്ഥാപിച്ചതുപോലും. അപ്പോൾ അവിടെ ഇതിനകത്ത് ഈ തിരുവത്താഴ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം അതിൽ യോഗ്യതകളെ അളക്കുക, മറ്റൊരാൾ യോഗ്യതകളെ അളക്കുക എന്ന് പറയുന്നത് അതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് സഭയ്ക്കകത്ത് ഒരുപക്ഷെ യോഗ്യരെന്ന് അതിൻ്റെ നേതാക്കന്മാർ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളെ മാത്രം കൂട്ടി മറ്റെല്ലാവരെയും പറഞ്ഞു വിട്ട് ഒഴിവാക്കി ചെയ്യുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല തിരുവത്താഴ ശുശ്രൂഷ. ഇതിൻ്റെ ഉത്തരവാദിത്വം അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും വളരെ ലൈറ്റായിട്ട് എടുക്കാനായിട്ട് പാടില്ല. തിരുവത്താഴ ശുശ്രൂഷ അനേകർക്ക് അത് നന്മയും അത് അനുഗ്രഹവുമാണെങ്കിൽ അത് പലർക്കും അത് ന്യായവിധിയാണ്. അത് തീരുമാനിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് പങ്കെടുക്കുന്ന ആളുകളാണ്. അത് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു മാനസാന്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചെയ്തു ഇത് ചെയ്തു അല്ലേ, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ചെയ്തത് എല്ലാം കർത്താവെ അങ്ങ് ഹോൾസെയിലായിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോയി ഇരുന്ന് പങ്കെടുക്കുന്നൊരു പങ്കെടുക്കലല്ല. മറിച്ച് അത് നമ്മളുടെ ഈ കർത്താവിനോട് കൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു ജീവിത ശൈലിയാണ്. അതല്ലാതെ ഞായറാഴ്ചത്തേക്കൊരു ശൈലിയും ശനിയാഴ്ച വൈകുന്നേരത്തേക്കൊരു ശൈലിയും ബാക്കി ദിവസങ്ങളിലേക്ക് വേറൊരു ശൈലിയും എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവചനത്തിലുള്ള ഒരു പ്രമാണമല്ല. അപ്പോൾ വെളിച്ചത്തിൽ തന്നെ നടക്കുവാനായിട്ടാണ് നാം ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മളുടെ ജീവിതം എങ്ങനെയാണ്, എല്ലാ ദിവസത്തെയും നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ്. അതല്ലാതെ രാവിലെ എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു എന്നുള്ളതല്ല. രാവിലെ ഒരാഴ്ച മുഴുവൻ തെറ്റിപ്പോയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാപ്പ് പറയുന്നത് ഈ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ സഭായോഗത്തിന് വരുന്നതിനോ മുമ്പോ അല്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അതാത് സമയങ്ങളിൽ യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ ദൈവവചനത്തിൽ നിന്ന് വളരെ കൃത്യമായി വെളിപ്പെടുത്തപ്പെട്ട ഈ യാഥാർത്ഥ്യങ്ങളെ ഒരു കാരണവശാലും അത് നമുക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് പറ്റുകയില്ല. ഇത് തോന്നുമ്പോൾ ചെയ്താൽ മതി. അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇത് ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ചെയ്താൽ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് അതിനെക്കുറിച്ച് ചില സഭകൾക്ക് കിട്ടുന്നതായിട്ടുള്ള വെളിപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ ആ വെളിപ്പാടിൻ്റെ പിന്നിൽ ദൈവവചനത്തിൻ്റെ സാധ്യതയുമില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമുക്കറിയാം
നമ്മളിവിടെ അങ്ങനെ സഹോദരന്മാരുടെയോ അല്ലെങ്കിൽ സഹോദരിമാരുടെയോ സഭയുടെ ആലോചനാ യോഗങ്ങളൊന്നും കഴിഞ്ഞ 4 വർഷത്തിൽ ആകെപ്പാടെ ഒരു പ്രാവശ്യമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ സഭയുടെ ആലോചനാ യോഗം എന്ന് പറയുന്നത് അപ്രസക്തമാണ്. സഭ എന്ന് പറയുന്നത് ദൈവാധിപത്യം നിലകൊള്ളുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതായിട്ടുള്ളൊരു ഉപദേശമുണ്ട്. ശരിയാണ്, ദൈവാധിപത്യമാണ് സഭയിലുള്ളത്, ജനാധിപത്യമല്ല. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഭൂരിപക്ഷം എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വോട്ടിട്ടു, അപ്പോൾ 30 പേരുണ്ടെങ്കിൽ അതിൽ 16 പേര് അനുകൂലിച്ചു, 14 പേര് എതിർത്തു. 16 പേര് അനുകൂലിച്ചതുകൊണ്ട് അത് ചെയ്യാം, അങ്ങനെ ഒരു പ്രമാണം നമുക്ക് ബൈബിളിലില്ല. ജനാധിപത്യമല്ല, ഇത് ദൈവാധിപത്യം തന്നെയാണ്. എന്നാൽ ഈ ദൈവാധിപത്യമാണെങ്കിലും സഭ മുമ്പോട്ട് പോകുമ്പോൾ സഭ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഒരു ഏകാധിപത്യ ശൈലിയിലല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ തീരും. ആരെങ്കിലും 1-2 പേർക്ക് തോന്നുന്നതായിട്ടുള്ള തോന്നലുകൾക്കനുസരിച്ചല്ല ഒരിക്കലും ഒരു സഭ പോകേണ്ടത്. അത് നമുക്കറിയാമല്ലോ. അന്യോന്യം പ്രബോധിപ്പിപ്പിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സഭയിലെ എല്ലാ അംഗങ്ങളും അതിനകത്ത് വരും. അതിനകത്ത് സഭയ്ക്കകത്ത് ഒരുപക്ഷെ വചനം പഠിപ്പിക്കാൻ പ്രാപ്തി അത്രത്തോളം ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ പ്രായോഗിക പരിജ്ഞാനമുള്ള ആളുകൾ കാണും, അനേക ജീവിതാനുഭവങ്ങളുള്ള ആളുകൾ കാണും. അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആലോചന ചോദിക്കുമ്പോൾ അവരങ്ങനെ വചനം പഠിപ്പിക്കുന്നവരല്ല എന്നുള്ളതുകൊണ്ട് അവരോടൊന്നും ആലോചന ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആത്മീയത ചിലരിൽ കാണുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ആരുടെയും ഒരു ആലോചന സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ചിന്തിച്ച് ഒരു ഏകാധിപത്യ ശൈലിയിൽ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവചനത്തിലില്ല. സർവ്വസഭയ്ക്കും ബോധ്യമായി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഇനി ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അതിൻ്റെ അല്ലെങ്കിൽ വചനപരമായിട്ടുള്ള സാധുതയും ദൈവഹിതവും മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഒരുപക്ഷെ അതിനകത്ത് 30 പേരിൽ ഒരു 10 പേർക്ക് ഇത് ശരിയാണോ അല്ലയോ എന്ന് ബോധ്യമില്ലെങ്കിൽ ദൈവവചനപ്രകാരവും അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതാണ് നമ്മൾ പോകേണ്ടുന്ന വഴി, ഇതാണ് നാം എടുക്കേണ്ടുന്നതായുള്ള തീരുമാനം എന്ന് പറഞ്ഞ് ഈ 10 പേർക്ക് മനസ്സിലാവാത്തവരെയും കൂടെ മനസ്സിലാക്കി അത് ഒരുമിച്ച് ഒരു ശരീരം പോലെ പോവുക എന്ന് പറയുന്നതാണ് ദൈവസഭയുടെ രീതി. സർവ്വസഭയ്ക്കും ബോധ്യമാകണം. ഒരുപക്ഷെ ചില ആളുകൾ, ഒരുപക്ഷെ തികച്ചും പ്രാകൃതന്മാരോ ജഡികന്മാരോ ആയിട്ടുള്ള 1-2 ആളുകൾ എല്ലാത്തിനോടും എതിർക്കുകയും എല്ലാത്തിനെയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ സഭകളിലും ഉണ്ടാകും. അവരൊരു പക്ഷേ എതിർത്തു എന്ന് വരാം, അല്ലെങ്കിൽ വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം. പക്ഷേ ഒരു സഭയിൽ ഒരു 90% ആളുകളെങ്കിലും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ വെച്ച് കാര്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ അതൊരു സഭയായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ അധികാരത്തിനോ അല്ലെങ്കിൽ സ്ഥാനത്തിനോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വാർത്ഥതയ്ക്കോ ഒക്കെ പോകുന്ന ഒരു തരം കൂട്ടമായിട്ടത് മാറുകയുള്ളൂ. അപ്പോൾ ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാകുകയില്ല. ഈ പറഞ്ഞ പോലെ 50% ഉള്ളുവെങ്കിലും ഈ 50% കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഈ ജഡികന്മാരും പ്രാകൃതന്മാരുമായുള്ള ആളുകൾ വളരെ കുറവാണെങ്കിൽ മാത്രമേ ഒരു സഭയ്ക്ക് ഫലകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് പല സഭകളിലും ഒത്തിരി പ്രശ്നങ്ങളുള്ള ദുർഘട സമയങ്ങൾ വരുമ്പോൾ ആ സഭയെ വിട്ട് നിങ്ങൾ മാറിക്കൊള്ളാനായിട്ട് പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് അത് ആരുടെയും ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥലമല്ല, അത് ജനാധിപത്യവുമല്ല, അത് ദൈവാധിപത്യം തന്നെയാണ്. എന്നാൽ ദൈവം എന്താണ് ഇച്ഛിക്കുന്നത് എന്നുള്ളത് ആ സഭയിലെ എല്ലാവർക്കും ബൈബിളിലെ ആ വാക്യം എടുത്ത് ഞാൻ പറഞ്ഞാൽ സർവ്വസഭയ്ക്കും ബോധ്യമായി, അത് ബോധ്യമാകേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് ദൈവവചനം നമ്മൾ ദിനംതോറും പഠിക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് 2 നിലയിലുള്ള ഉപദേശങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒന്ന് പഥ്യോപദേശം, 2 ധർമ്മോപദേശം. ഞാനത് ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ എടുത്താൽ അതിൻ്റെ 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം മുഴുവനും, അതുപോലെ ഈ 11 അധ്യായങ്ങൾ മുഴുവൻ പഥ്യോപദേശമാണ്. എന്ന് വെച്ചാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവം അതിന് വരുത്തിയ പരിഹാരത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നതിനെ എന്നുള്ളതിനെക്കുറിച്ചും അങ്ങനെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 11 അധ്യായത്തിൽ
നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ 11 അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴും യഥാർത്ഥത്തിൽ അത് ആ ലേഖനം എടുത്ത് നോക്കിയാൽ അതിൻ്റെ 3/4 അത് വരും. അതായത് 3/4 ഈ പത്യോപദേശമാണ്. ഈ പത്യോപദേശം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു വിശുദ്ധ ജീവിതവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ആകയാൽ 12-ാമത്തെ അധ്യായം പൗലോസ് അപ്പോസ്തലൻ തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുവരെ ഈ 11 അധ്യായവും പത്യോപദേശമാണ്. അതിൻ്റെ പുറത്താണ് പിന്നെ ധർമ്മോപദേശത്തിലേക്ക് കിടക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം എടുത്താൽ അത് മുഴുവൻ തന്നെ പത്യോപദേശമാണ്. ക്രിസ്തു എങ്ങനെ വന്നു, അല്ലെങ്കിൽ ക്രിസ്തു ഒരു മഹാപുരോഹിതനായിട്ട് എങ്ങനെ വരുന്നു, ക്രിസ്തുവിൻ്റെ യാഗം, പഴയ നിയമത്തിലെ യാഗം, അങ്ങനെയുള്ള എല്ലാം ഒരു 95% അവിടെ പത്യോപദേശമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം എടുത്താൽ 3 അധ്യായം പത്യോപദേശവും പിന്നെ 3 അധ്യായം പ്രായോഗിക അല്ലെങ്കിൽ ധർമ്മോപദേശം, പ്രായോഗിക ജീവിതത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യവുമാണ്. കൊലോസ്യർക്ക് ലേഖനം എഴുതിയാലും അതും അങ്ങനെ തന്നെയാണ്. 4/3 പത്യോപദേശമാണ്. ഗലാത്യ ലേഖനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 5 അധ്യായങ്ങളും പത്യോപദേശമാണ്. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പറയുന്ന അവസാനത്തെ ഒരു അധ്യായമാണ്. അപ്പോൾ ഈ പത്യോപദേശം എന്ന് പറയുന്നത് അത് നാം ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനമിട്ടാൽ മാത്രമേ, അതിൻ്റെ പുറത്തു മാത്രമേ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പത്യോപദേശം കൃത്യമായി ആളുകളുടെ ഹൃദയത്തിൽ വീഴാത്തത് കൊണ്ട് അവർക്കൊരിക്കലും ഈ ധർമ്മോപദേശം അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ അത് അതിന്മേൽ ഒരു വിജയം വരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പാപത്തിൻ്റെ മേലുള്ള വിജയവുമില്ല. എപ്പോഴും ഒരു സ്റ്റെപ്പ് കയറും, പിന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങും, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഇറങ്ങും, പിന്നെയും ഒരു സ്റ്റെപ്പ് കയറും, പിന്നെയും ഇറങ്ങും. അങ്ങനെ ജീവിതാവസാനം വരെ നിരാശയിലേക്ക് പോകുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പത്യോപദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാവരും പഠിക്കേണ്ടതാണ്. എന്നാൽ ചില സഭകളൊക്കെ പറയുന്നത് ഈ പത്യോപദേശം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, മറിച്ച് നമ്മൾ അനുസരിക്കുമ്പം ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള സഭകളിലെ ആളുകളെയൊക്കെ കണ്ടാൽ അവരുടെ ലീഡേഴ്സിന് പോലും ഈ ഉപദേശങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവർക്കൊന്നും ഈ പത്യോപദേശം മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതങ്ങനെയല്ല. നമുക്ക് ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ പഠിക്കേണ്ടതും അതിൽ ഉറപ്പ് പ്രാപിക്കേണ്ടതും ആവശ്യമാണ്. നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം എന്ന് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉപദേശ രൂപമുണ്ട്. ആ ഉപദേശ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ ഉപദേശ രൂപങ്ങൾക്ക് ഒരു പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. ജോസഫൻ പഠിപ്പിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷനിലുണ്ട്, അതിൻ്റെ ഒരു ഘടനയിലുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളും മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാകുന്നത്. പിന്നെ ഈ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ശ്രവിക്കുകയും വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് ചിലരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് ആത്മാവ് തരുന്നതാണ് എന്ന് അവർ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു രീതി. നമുക്കറിയാം, നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മളൊക്കെ പഠിച്ചതിനും നമ്മളുടെ പാരമ്പര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനും ഒക്കെ അനുസരിച്ച് പല പല തോന്നലുകളും ഉണ്ടാകും. എന്നാൽ ആ തോന്നലുകൾ ദൈവാത്മാവ് തരുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ, പ്രത്യേകിച്ച് അത്തരം തോന്നലുകൾ ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമാണെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ തോന്നലുകളെ ആത്മാവിൻ്റെ ആലോചനകളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ പോലും ഒരാളെക്കുറിച്ച് ഒരിക്കലും ഒന്ന് തോന്നിയെന്നും പിന്നീട് അത് വ്യത്യസ്തമായി തോന്നിയെന്നൊക്കെ പറഞ്ഞ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോന്നലുകളെ ആത്മാവിൻ്റെ ആലോചനകളായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയില്ല. നമ്മളതിനെ എപ്പോഴും ആരെക്കുറിച്ചെങ്കിലും നമുക്ക് വരുന്ന തോന്നലുകൾ ആത്മാവിൽ നിന്നാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ തോന്നലുകൾ മാറും, പക്ഷേ ആത്മാവിന് മാറാനായിട്ട് കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ തോന്നലുകളെ ഒരിക്കലും നമുക്ക് ആത്മാവിൻ്റെ ആലോചനകളായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കില്ല. ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പലപ്പോഴും പലരും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോയി അതിലൊരാളുടെ വീട്ടിൽ ചെന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിഹരിക്കാൻ പോയതായിട്ടുള്ള സഭാ ശുശ്രൂഷകരിൽ ഒരാൾ ഈ പ്രശ്നമുള്ള മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് പറഞ്ഞു. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അപ്പം ഞാനതിനകത്ത് കയറി ഇടപെട്ടു. അങ്ങനെ പറയരുത്, നമുക്കങ്ങനെ വിധിക്കാനായിട്ട് കഴിയുകയില്ല, അത് തെറ്റാണ് എന്ന് ഞാൻ പറയുകയും ഇത് കേട്ടതായിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞു, ഇങ്ങനെയൊരു വാർത്ത പുറത്തു പോയാൽ അത് നിങ്ങളുടെ വായിൽ നിന്ന് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത് ആ ഒരു വാർത്ത വളരെ പ്രചാരം ലഭിച്ച ഒരു വാർത്തയായിട്ട് മാറി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ വിധിക്കാനായിട്ട് നാം ഒരിക്കലും ഈ നിലയിൽ തുനിയരുത്. ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത്, അല്ല എങ്കിൽ ഒരാൾ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ യോഗ്യനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിളയ്ക്കിടയിൽ ദുഷ്ടൻ വന്ന് കളയും വിതച്ചു. ആ കളയും വിളയും ഒക്കെ ഒരുമിച്ചാണ് വളരുന്നത്. ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു സഭയെ കാണും. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാകൃതൻ, ജഡികൻ, ആത്മീകൻ എന്നുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ അതാണ് പഠിച്ചത്. സഭകളിൽ എപ്പോഴും പ്രാകൃതന്മാരും ആത്മീകന്മാരും ജഡികന്മാരും ഉണ്ടാകും. പ്രാകൃതന്മാർ മാനസാന്തരപ്പെടേണ്ടതിനായിട്ടുള്ളൊരു വചനമാണ് സഭകളിൽ ഉണ്ടാവേണ്ടത്. ജഡികന്മാർ ആത്മീകന്മാരാകേണ്ടതിനുള്ള വചനമാണ് സഭയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിൽ ആര് പ്രാകൃതൻ ആര് ജഡികനെന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ പോലും കൊരിന്തിലെ സഭയോട് പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ നല്ല ജ്ഞാനപരമുള്ള ആളായിരുന്നു, ധാരാളം ദൈവിക വെളിപ്പാടുകൾ ലഭിച്ച ആളായിരുന്നു. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അതായത് ഒരു വിശ്വാസിക്ക് തന്നെക്കുറിച്ച് തന്നെ വിശ്വാസിയാണോ, വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പരീക്ഷയും പരിശോധനയും ഒക്കെ ആവശ്യമായിരിക്കെ മൂന്നാമതൊരാൾക്ക് അദ്ദേഹം വിശ്വാസിയാണോ അവിശ്വാസിയാണോ, രക്ഷിക്കപ്പെട്ടതാണോ ജഡികനാണോ പ്രാകൃതനാണോ എന്നും പറയാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ദൈവവചനം തരുന്നില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ നമ്മളെ വിധിക്കാനായിട്ട് തുടങ്ങിയാൽ, സംശയവിചാരങ്ങൾ വെച്ച് വിധിക്കാനായിട്ട് തുടങ്ങിയാൽ അത് വലിയ ദൈവനിന്ദയും സഭാനിന്ദയുമായിട്ട് മാറിപ്പോകുന്നതാണ്. ഈ ജഡികന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുന്നത്, അവർ ദൈവമക്കൾ ക്രിസ്തുവിൽ, നമ്മളതിനെക്കുറിച്ച് പഠിച്ചതാണ്, അവരെ ക്രിസ്തുവിൽ ശിശുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശിശുക്കളുടെ പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ശിശുക്കൾ എന്ന് വിചാരിച്ച് ശിശുക്കളെ നമ്മളാരും ദ്വേഷിക്കുന്നില്ല. ശിശുക്കൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളാണ് ശിശുക്കൾ, അല്ലേ? അവർ മലമൂത്ര വിസർജനമൊക്കെ അവർക്ക് തോന്നുന്നിടത്ത് അവർ ചെയ്യും, അവർ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയാം. പക്ഷേ അവരെ തുടച്ച് വൃത്തിയാക്കി അവരെ വൃത്തിയാക്കേണ്ടതായുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർ ആരുടെ സംരക്ഷണയിലാണോ അവരാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിന് പ്രമാണമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളാരും ആരെക്കുറിച്ചും അങ്ങനെ ഒരു വാക്ക് പറയരുത്. ഒരു പക്ഷേ ആ വാക്ക് ഒരു സഭാ ശുശ്രൂഷകൻ ഒരു വിശ്വാസിയുടെ മുഖത്ത് നോക്കി നേരെ സഹോദര അല്ലെങ്കിൽ സഹോദരിയുടെ ജീവിതം ഇങ്ങനെയായാലും ശരിയാവില്ല, അല്ലെങ്കിൽ സഹോദരൻ്റെ ജീവിതം ഇങ്ങനെയായാലും ശരിയാവില്ല എന്ന് നേരിട്ട് പറയാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടോ മൂന്നോ ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ അവർ തമ്മിൽ വിശ്വാസികളുടെ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ രഹസ്യമായി അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ വിലയിരുത്തൽ നടത്തുകയും അതിനനുസരിച്ച് അവരോട് ഇടപെടുകയും ചെയ്യാം. അതിനും സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാളെ വിധിക്കുവാനായിട്ടുള്ള യാതൊരു അവകാശവും സ്വാതന്ത്ര്യവും ഇല്ല. അങ്ങനെ വിധിക്കുന്ന സഭകളൊക്കെ പിന്നീട് തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെയായി പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇവിടെ നിന്നേച്ച് നിങ്ങളിൽ ഒത്തിരി പേര് ജഡികന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് സാധിക്കും? നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനായിട്ട് കഴിയും? നമുക്കെങ്ങനെ ഒരപ്പത്തിൻ്റെ അംശികളാകാനായിട്ട് കഴിയും? സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിധിക്കുവാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ വിധിക്കുന്ന സഭകൾ അതിനനുസരിച്ച് പിന്നെ കർത്തൃമേശയും ഏതാനും ചില പേർക്കായിട്ട് കൊടുക്കുന്നതായിട്ടുള്ള പരിപാടികളൊക്കെ വളരെ നീചമായിട്ടുള്ള പരിപാടികളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു സഭയിലെ ഒരു വിശ്വാസിയോട് ചോദിച്ചു, കേരളത്തിൽ തന്നെ ഉള്ളതാണ്, ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ കർത്തൃമേശ എത്ര കാലം കൂടിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു 4-5 വർഷമായിട്ട് ഒരു കർത്തൃമേശ അവിടെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. 4-5 വർഷമായിട്ട്. ഞാൻ ഒരു എക്സാജറേഷൻ പറയുന്നത്, കൂട്ടി പറയുന്നതല്ല,
ഒന്നുമില്ല, 4-5 വർഷമായിട്ട് അവിടെ കർത്തൃമേശ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 2 സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ആ പറഞ്ഞ സഹോദരൻ ഒരു അനാത്മിക സ്നാനപ്പെട്ട ആൾ തന്നെയാണ്, ഒരു അനാത്മികനാണെന്ന് കണ്ട് അദ്ദേഹം അറിയാതെ ഒരു പക്ഷേ അവിടെ കർത്തൃമേശ നടക്കുന്നുണ്ടാവും. അതല്ല എങ്കിൽ ഈ കർത്തൃമേശ നടത്തണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ആ സഭയിൽ ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഈ 2 സാധ്യതയും അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ വിധത്തിലുള്ള വിധികളൊന്നും നമുക്ക് നമുക്ക് ചെയ്യുവാനായിട്ട് പാടില്ല. പിന്നെ സഭയുടെ പോക്കിന് പ്രധാനപ്പെട്ട മറ്റ് ചില പ്രമാണങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മളിവിടെ പ്രബോധനം പറയുന്നതായിട്ടുള്ള ആളുകളും ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളും ഒക്കെ ധാരാളമുണ്ട്. പല സഹോദരന്മാരും അത് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ജോലിയും പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി പോയതുകൊണ്ട് ഒരു 10-15 സഭകളിൽ ഞാൻ അംഗമായിട്ടിരുന്നിട്ടുണ്ട്. ഒരു 10-15 സഭകളിൽ ഞാൻ അംഗമായിട്ടിരുന്നിട്ടുണ്ട്. ഈ എല്ലാ സഭകളിലും ഞാൻ കണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വചനം ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ പ്രബോധനം പറയുന്നതായിട്ടുള്ള ആളുകൾ അവർ സ്റ്റേജിൽ കയറുന്നത് പറയാൻ തുടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും 1-2 മുഖങ്ങൾ കാണും. എന്നിട്ട് അവരെ കേന്ദ്രീകരിച്ച് അവർക്കും ബോധ്യമാകും, ഒരുപക്ഷെ മറ്റ് പലർക്കും ബോധ്യമാകത്തക്ക വിധത്തിൽ അവരെ കേന്ദ്രീകരിച്ച് അവർ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള രീതി എല്ലാ സഭകളിലുമുണ്ട്, എല്ലാ ശുശ്രൂഷകന്മാർക്കുമുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെയും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുന്നതിനും അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനുമൊക്കെ ഞാൻ അംഗമായിരുന്ന സഭകളിൽ ഞാൻ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആളാണ്. അന്നൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കി, എൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും 1-2 ആളുകളോട് പറയാനുള്ളത് സഭയിൽ കയറി വിളിച്ച് പറയുവാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് നേരിട്ട് ഒരാളോട് സംസാരിക്കാനായിട്ട് പറ്റാതെ? എനിക്കിപ്പോൾ ജോയ് സഹോദരനോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് ജോയ് സഹോദരനോട് പറയാനായിട്ട് എനിക്ക് ധൈര്യമില്ല എങ്കിൽ ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കാൻ യോഗ്യനല്ല. അതുപോലെ തന്നെ ആരോടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളോട് പലരോടും ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ വരുത്തിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നോ ഞാൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ സ്വാതന്ത്ര്യം തന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ആരെക്കുറിച്ച് ഞാൻ ഇവിടെ കയറി നിന്ന് ഒരിക്കൽ പോലും ഒരു വാക്കും നിങ്ങളെ ആരെയും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭയം നമ്മളിൽ ഉണ്ടാകെ ഒരു സഭയിൽ കയറി നിന്ന് നമ്മളാരും ഒരിക്കലും ആരെയും ദ്വേഷിക്കാനോ ആരെയും കൊച്ചാക്കാനോ പാടില്ല. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഈ സഭയുടെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഗുണമുണ്ട്. എന്താണെന്ന് പറയുക, നേരിട്ട് ചോദിച്ചാൽ അതിനൊരു മറുചോദ്യം വന്നാൽ ചിലപ്പോൾ ഉത്തരം കാണില്ല. എന്നാൽ വിശ്വാസികളൊക്കെ പൊതുവെ മാന്യന്മാരാണ്. ഒരു സഭാ യോഗത്തെ അലങ്കോലപ്പെടുത്താനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞേച്ച് പോട്ടെ, ഞാനായിട്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നു ആ പ്രസംഗിക്കുന്ന ആളിനേക്കാൾ മാന്യത ആ സഭയിലുള്ള ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നതായിട്ടുള്ള ആളുകൾക്കുണ്ട്. ഒരിക്കലും നമുക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് അത് 10 മിനിറ്റ് ആവട്ടെ, 5 മിനിറ്റ് ആവട്ടെ, അരമണിക്കൂറാവട്ടെ, 1 മണിക്കൂറാവട്ടെ, സാക്ഷ്യം പറയാനായിട്ട് ദൈവം നമുക്ക് ഒരു സഭയിൽ തരുന്ന സമയമാകട്ടെ, മറ്റൊരാളെയും ദ്വേഷിക്കാനോ ആരെയെങ്കിലും ഉന്നം വെച്ച് എന്തെങ്കിലും സംസാരിക്കുവാനോ ഒരിക്കലും പാടുള്ളതല്ല. അത് ദൈവസഭയെ നിന്ദിക്കുന്നതാണ്, അത് ദൈവസഭയെ പരിഹസിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് ദൈവത്തെയും കർത്താവിനെയും പരിഹസിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നേരിട്ട് പറയാനായിട്ട് ധൈര്യമില്ലാത്ത ആളുകൾ ആ ശുശ്രൂഷയ്ക്ക് നിൽക്കരുതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറയുവാനായിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഇനിയും നമ്മുടെ ഇവിടെ സഹോദരന്മാരൊക്കെ പ്രബോധനം പറയുന്നവരും ഒക്കെയാണ്. നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്നാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സഭയിൽ പഠിപ്പിക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് ചില കൃത്യമായ ചില കാര്യങ്ങൾ ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പക്ഷേ ഈ ഉദാഹരണം നിങ്ങളെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സഹോദരൻ എൻ്റെ അടുത്തൊരു കളവ് പറഞ്ഞു. ഈ കളവ് പറഞ്ഞിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് തെറ്റിപ്പോയി, പറയരുതായിരുന്നു എന്ന് ബോധ്യമായി. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് അതിനെ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോട്ടെ സഹോദര, കുഴപ്പമില്ല, പോട്ടെ സഹോദരൻ, അതിന് പറയാനായിട്ടുള്ള ആ ഒരു മാനസാന്തരം വന്നല്ലോ, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിട്ടു. അതിനുശേഷം 1-2-3 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാനസാന്തരപ്പെടുന്ന ആളുകളുമുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയും അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലി എന്നറിയിക്കുന്നതിനും വേണ്ടി ഇതൊരു പൊതുസഭയിൽ പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് പൊതുസഭയിൽ പറയണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആദ്യം ആ സഹോദരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സഹോദര, ഇങ്ങനെ സഹോദരൻ അന്നങ്ങനെ പറഞ്ഞല്ലോ. ആ സഹോദരൻ കാണിച്ചത് വലിയൊരു മാതൃകയാണ്. എന്നാൽ സഹോദരൻ്റെ ഊരും പേരും ഒന്നും പറയാതെ
ഞാൻ ഈ ഒരു വിഷയം സഭയിൽ പറയും. അത് സഹോദരനെ ദ്വേഷിക്കാനല്ല, സഹോദരനെ ഏതെങ്കിലും വിധത്തിൽ പരിഹസിക്കാനുമല്ല, പേരും പറയില്ല. പക്ഷേ ഈ വിഷയം ഞാൻ പറയും. അതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഞാനത് ഈ സഭയിൽ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം, കാരണം നമുക്ക് നമ്മുടെ വാക്കുകൾ മുഖാന്തരം ആർക്കും വേദന ഉണ്ടാകുവാനായിട്ട് പാടില്ല. നമ്മളിവിടെ കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും സ്നേഹത്തിനുമായിട്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആരെയും ദ്വേഷിക്കാനായിട്ടുള്ള ഒരു സ്ഥലമല്ല ദൈവസഭ എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പുൾപിറ്റിൽ കയറി നിന്നുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ച് ആ നിലയിൽ സംസാരിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അതോടുകൂടി അദ്ദേഹത്തിന് ആ ഒരു ശുശ്രൂഷ ദൈവം അവസാനിപ്പിക്കും. അദ്ദേഹവും അത് നിർത്തുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പല പല വിശ്വാസങ്ങളും നിലപാടുകളും ഉള്ള സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ ഒരു സഭയുടെ ഒരു നിലപാട്, ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചതായിട്ടുള്ള ഒരു നിലപാട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വിവാഹ ആലോചനകൾക്ക് വരുമ്പം പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ആൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ആയിട്ട് പെൺകുട്ടിയെ കാണുവാനായിട്ട് ചെല്ലും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ആ സഭയുടെ ഉപദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും വിവാഹേതര ബന്ധം അല്ലെങ്കിൽ പൂർവ്വകാല ശാരീരിക ബന്ധം ആരെങ്കിലുമായിട്ട് മനഃപൂർവ്വമോ അല്ലാതെയോ ആയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കാണാൻ വരുന്ന ചെറുക്കനോട് പറയണം. ഞാൻ പറഞ്ഞു പറ്റില്ല, പാടില്ല. ആ ചെറുക്കൻ പോയി, അടുത്ത ചെറുക്കൻ വന്നു, ആ ചെറുക്കനോടും പറഞ്ഞു, അതും പോയി. അടുത്ത ചെറുക്കൻ വന്നു, ആ ചെറുക്കനോടും പറഞ്ഞു, അതും പോയി. ഈ വന്ന് കണ്ട ചെറുക്കന്മാരെല്ലാം അത് പോയി 10 പേരോട് പറഞ്ഞു. എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ സമൂഹത്തിലെ? അപ്പം ഞാൻ ചോദിച്ചു, ആൺകുട്ടി പറയണോ? വേണ്ട, ആൺകുട്ടി പറയണ്ട, പെൺകുട്ടി പറഞ്ഞാൽ മതി. അതെന്താ ആ വ്യത്യാസം? അത് പെൺകുട്ടിയെ ബാധിക്കുകയുള്ളൂ. അതിൻ്റെ ലോജിക്ക് എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയമുള്ളവരെ, ഇത്ര ബാലിശമായ പ്രമാണങ്ങളും പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ജഡത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ആത്മാവിൽ നിന്നുകൊണ്ടല്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. പ്രിയമുള്ളവർ, അതിന് മറുപടി പറഞ്ഞില്ല. കാരണം അത് മറുപടി അർഹിക്കാത്തതായ ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. ശരി, പിന്നെയുമുണ്ട് കാഴ്ചപ്പാടുകൾ. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഇവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആർക്കെല്ലാം എന്തെല്ലാം മനസ്സിലായി എന്നുള്ളത് പറയണം എന്നൊക്കെയുള്ള ചില ആലോചനകൾ. ഇത് കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് ഇത് നടപ്പിലാക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. അത് നമ്മളങ്ങനെ തടഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. കാരണം നമ്മളിവിടെ പല പ്രായമുള്ള ആളുകളുണ്ട്, പല വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകളുണ്ട്, പല ആത്മീയ നിലവാരമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഭാഷയിൽ ഉള്ള പ്രാവീണ്യത്തിൽ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കാനായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, അത് മനസ്സിലായ കാര്യം അവതരിപ്പിക്കാനുള്ള വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും പല നിലയിലും വ്യത്യസ്തരായിട്ടുള്ള ഒരു സഭയായതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇത് മനസ്സിലാക്കി ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ അത് ഒരു ആളുകൾക്കെല്ലാം വലിയൊരു അരോചകമായിട്ടത് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയാൽ ചിലപ്പോൾ ആളുകൾ സഭായോഗത്തിന് തന്നെ വരാതിരിക്കും. അയ്യോ, അപ്പോൾ പറഞ്ഞത് അങ്ങനെ പോകുന്നവരൊക്കെ പോട്ടെ എന്നുള്ള നിലപാടാണ്. പക്ഷേ ആ നിലപാടിനോട് യോജിക്കാനായിട്ട് സാധിക്കില്ല. പോകുന്നവരൊക്കെ പൊക്കോട്ടെ, അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും ഞാനും നടപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 5-6 പേര് മതി എന്നുള്ള നിലപാട് യഥാർത്ഥത്തിൽ അത് ആടുകളെ സ്നേഹിക്കുന്ന നിലപാടാണോ അതെയോ ആടുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന നിലപാടാണോ? ഒരു ഇടയൻ്റെ ഹൃദയമുള്ള ആൾക്ക് അതൊരിക്കലും പറയുവാനായിട്ട് കഴിയില്ല. അത് പറയാൻ കഴിയുന്നത് എപ്പോഴും ഒരു പരീക്ഷ നിലപാടുള്ള ഒരാൾക്കാണ്.
ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്ന ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ഇന്നത്തെ ഈ ലോകത്ത് ആത്മീയമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമുള്ളതായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു നിലപാട് എന്ന് പറയുന്നത് നമ്മൾ അന്യോന്യം സ്നേഹിച്ചും സേവിച്ചും, നമുക്കറിയാമല്ലോ നമ്മുടെ ആത്മീയ വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതൊരു ആയുസ്സിൻ്റെ പ്രക്രിയയാണ്. അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുന്നതായിട്ടുള്ളൊരു പ്രക്രിയയല്ല. കർത്താവിനോട് കൂടെ വസിച്ച്, കർത്താവിൽ വസിച്ച് ഒരായുസ് മുഴുവൻ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ തീർന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ അവരെ അങ്ങ് തട്ടിയേക്കെന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഒരിക്കലും ഒരു ഇടയൻ്റെ, ഒരു ഉപദേഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഇടയൻ്റെ ഹൃദയത്തിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചും മറ്റു പല വിഷയങ്ങളെ സംബന്ധിച്ചും എൻ്റെ അടുത്ത് പല വിശ്വാസികളും അവരുടെ എതിർപ്പ് ഇതിനിടയ്ക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു. ഞാനിത് പറയാനായിട്ടുള്ള കാരണം ഇത് എന്നിൽ നിന്നുണ്ടായതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള നിലയിലാണ് പലരും അതിനെക്കുറിച്ച് ചിന്തിരിക്കുന്നത്. എന്നാൽ ഞാനല്ല ആ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത് എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ദൈവവചനം പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയുവാനായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ പുൾപിറ്റിൽ കയറി നിന്ന് പഠിപ്പിച്ചതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഈ പഠിപ്പിച്ച അനേക കാര്യങ്ങളിലും അനേകരിലും തെറ്റുകളും വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെ നമുക്ക് ആർക്കും പൂർണ്ണമായിട്ടുള്ള ദൈവിക പരിജ്ഞാനമോ വചനപരമായിട്ടുള്ള പരിജ്ഞാനമോ നമുക്കില്ല. നമുക്കൊക്കെ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ തെറ്റ് പറഞ്ഞ ആളുകളോട് ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത ക്ലാസ്സിൽ ആ തെറ്റ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് സൗമ്യമായി അവരുടെ വീട്ടിൽ പോയി, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരുടെ വീട്ടിൽ പോയി സഹോദരൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ അത് ദൈവവചനത്തിൽ നിന്നും വളരെ മാറിയുള്ള ഒരു വാക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രയോഗമായിരുന്നു, അല്ലെങ്കിൽ ചിന്തയായിരുന്നു. അതിങ്ങനെയല്ലേ എന്ന് ചോദിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം തന്നെയാണ് പിന്നെ വന്ന് ഇവിടെ അത് തിരുത്തി പറയുന്നത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ കൂടിയും ഒരിക്കലും ആ തെറ്റ് അത് തിരുത്താതെ സ്വന്തമായിട്ടുള്ള ഒരു ഉപദേശം പിന്നീട് അതിന് വ്യത്യസ്തമായിട്ട് അന്ന് തന്നെയോ പിറ്റേ ദിവസമൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ആരും അത് ചെയ്യരുത്. ദൈവവചനം പഠിപ്പിക്കുന്ന പ്രത്യേകിച്ച് യുവാക്കന്മാരായിട്ടുള്ള പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ദൈവവചനത്തിലൊരു സ്ഥിരത നിങ്ങളെ സമ്പാദിക്കണം. നിങ്ങൾ ദൈവവചനം വളരെ ഉത്സാഹത്തോടു കൂടി പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ തെറ്റ് വരുത്താതെ ചെയ്യണം. ഇനി തെറ്റെന്തെങ്കിലും വരുത്തിയെന്ന് തോന്നിയാൽ അത് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ എന്ന് വെച്ചല്ല, വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ പിന്നീടൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് നിങ്ങൾ തന്നെ ഒരു പക്ഷേ അത് മാറ്റി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാനന്ന് പഠിപ്പിച്ചതിലൊരു ചെറിയ പെശകുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പഠിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ ചോദിക്കുകയും ചെയ്തു, ഒരു ദിവസം ഞാൻ ഇരുവായ്ത്തലയുള്ള വാളിനെക്കുറിച്ച് ഞാൻ ഇവിടെ സഭയിൽ പഠിപ്പിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇരുവായ്ത്തലയുള്ള വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടുന്നവനെയും കൊള്ളും, അത് കേൾക്കുന്നവനും കൊള്ളും. അതാണ് ആ ഇരുവായ്ത്തല കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവിലുള്ളതായിട്ടുള്ളൊരു വിശ്വാസം. എന്നാൽ അതങ്ങനെയല്ല. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെന്ന് വാക്യമുണ്ട്, പക്ഷേ അവിടെ ഇരുവായ്ത്തലയുള്ള വാളെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഇരുവായ്ത്തലയുള്ള വാളെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 ഇടത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട്, ഈ പറഞ്ഞതുപോലെ ഇരുവായ്ത്തലയുള്ള എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലുമുണ്ട്. അവിടെ ഇരുവായ്ത്തലയുള്ള വാളിനോടല്ല ദൈവവചനത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഈ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച കൂടിയത്, അപ്പോൾ മൂർച്ചയോടാണ് ദൈവവചനത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്, വാളിനോടല്ല. ഇരുവായ്ത്തലയുള്ള വാള് ആരും ഒരിടത്തും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് അറിയത്തുമില്ല. ഇനി വല്ല കൊലപാതകങ്ങൾ വല്ല ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതിനൊക്കെ വളരെ സൗകര്യമുള്ള സാധനമാണല്ലോ 2 വായുണ്ടെങ്കിൽ. ഇത് വെട്ടുന്നവനെയും കൊള്ളുന്നവനെയും മുറിക്കുന്ന ഒരു പരിപാടിയൊന്നും അതല്ല. എന്നാൽ ഇരുവായ്ത്തലയുള്ള വാളെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ആ ഇരുവായ്ത്തലയുള്ള വാൾ ആരെയൊക്കെ വെട്ടാനാ? കർത്താവിനെ വെട്ടാനും പിന്നെ കേൾക്കുന്നവനെ വെട്ടാനുമാണോ? ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഞാനത് പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഉള്ള ആത്മീയ സത്യങ്ങളും ഒക്കെ ഞാൻ പഠിപ്പിച്ച ആ മൂർച്ചയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതായത് സന്ധിമജ്ജകളെയും ആത്മാവിനെയും പ്രാണനെയും തമ്മിൽ വേർപിരിക്കുന്നതിന് വളരെ മൂർച്ചയേറി, അതായത് സൂക്ഷ്മതയുള്ള
കാര്യമാണ് ആവശ്യം, കത്തിയാണ് ആവശ്യം. അപ്പോൾ മൂർച്ചയ്ക്കാണ് ഈ താരതമ്യം ചെയ്തിരിക്കുന്നത്, അല്ലാതെ വാളിനല്ല. അപ്പോൾ അത്രയും സൂക്ഷ്മത. ഒരാൾ സംസാരിക്കുന്നത് ജഡത്തിൽ നിന്നാണോ, ആത്മാവിൽ നിന്നാണോ, അതെയോ പ്രാണനിൽ നിന്നാണോ, അതെയോ ദേഹത്തിൽ നിന്നാണോ, ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ആർക്കും അങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് വളരെ സൂക്ഷ്മത ആവശ്യമാണ്. അങ്ങനെ സൂക്ഷ്മമായിട്ടൊരു കാര്യത്തെ മുറിക്കണമെങ്കിൽ അതിന് പറ്റിയതായിട്ടുള്ള വളരെ മൂർച്ചയേറിയ ഒരു വാൾ ആവശ്യമാണ്. ആ വാൾ ദൈവവചനം മാത്രമാണല്ല, നമ്മുടെ തോന്നലുകളല്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നി അയാളിൽ ആത്മാവില്ല, അല്ലെങ്കിൽ അയാൾ രക്ഷിക്കപ്പെട്ടതല്ല എന്ന് എനിക്കങ്ങനെ തോന്നി നമുക്ക് ആർക്കും പറയാനായിട്ട് ഒരിക്കലും അവകാശമില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അപ്പോൾ പക്ഷേ അന്ന് തന്നെ പിന്നെ ദൈവവചനം പഠിപ്പിച്ചതായിട്ടുള്ള സഹോദരൻ, ഇരുവായ്ത്തലയുള്ള വാള് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം മുറിക്കും വല്ലവനെയും മുറിക്കും എന്ന് അന്ന് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ 2-3 ഉദാഹരണങ്ങൾ അതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതായിട്ടുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു ആരോപണം വന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തെറ്റാണെന്ന് തോന്നിയോ എന്ന് എനിക്കറിയില്ല. എന്താണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഞാൻ അത് പാപത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരീരത്തിൽ തന്നെ പാപത്തിൻ്റെ ഒരു തലമുണ്ട്, അവിശ്വാസം എന്ന് പറഞ്ഞ തലമുണ്ട്, നമ്മുടെ ചിന്തയിലുള്ളൊരു തലമുണ്ട്, പ്രവർത്തന തലത്തിലുള്ളൊരു തലമുണ്ട്. അങ്ങനെ 4 തലങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ 4 തലങ്ങളുണ്ട് എന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഈ 4 തലങ്ങളിലുള്ള പാപത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം ചെയ്തു പോകുന്ന പാപങ്ങൾ, ഞാനത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നോക്കി ഞാനത് വിശദീകരിച്ചതാണ്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നതിന് എന്നെ ബദ്ധനാക്കി കളയുന്ന ഒരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. ഇച്ഛ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ദേഹിയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല. അപ്പോൾ ശരീരം പാപകരമായി തീരുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടത് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാകുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് പച്ചക്കറികളൊക്കെ കൂട്ടുന്ന ആളുകളാണ്. എന്നാൽ ചില ആളുകൾക്ക് ഈ പാവയ്ക്ക ഒരു നല്ല പച്ചക്കറിയാണ്, പാവയ്ക്ക ഇഷ്ടമല്ല, അല്ലേ? എന്താ അതിന് കാരണം? കയ്പ. പാവയ്ക്കയ്ക്ക് കയ്പായതുകൊണ്ട് പാവയ്ക്ക ഇഷ്ടമല്ല. കറി കൂട്ടുന്ന എപ്പോഴും പാവയ്ക്ക് രുചി കിട്ടാറാ, അല്ലേ? കയ്പ് രുചി കിട്ടിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമാണോ താല്പര്യക്കേടാണോ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടുള്ളത് താല്പര്യക്കേടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ആളുകൾക്ക് എന്ത് ഇഷ്ടമാണ്? ഈ പാവയ്ക്ക ഇഷ്ടമാണ്, കയ്പുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിച്ചു, ഈ കയ്പ് നിനക്ക് നല്ലതാണ്. ശരീരം പറഞ്ഞു അതിന് കയ്പ വേണ്ട. അല്ലല്ല, അതിന് കയ്പാണെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ ശരീരത്തെ ട്രെയിൻ ചെയ്തു. എൻ്റെ കൊച്ചുമോന് അവർ ഈ വാഴപ്പഴം കൊടുക്കുകയില്ലായിരുന്നു, മറ്റ് ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. വാഴപ്പഴം എപ്പോഴാണെങ്കിലും കഴിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ വാഴപ്പഴം കൊടുക്കാതെ മറ്റ് പഴങ്ങളൊക്കെ കൊടുത്ത് വളർത്തി. അവന് 2 വയസ്സായി കഴിഞ്ഞപ്പോൾ വാഴപ്പഴം എടുത്ത് കൊടുത്തപ്പോൾ അവൻ കഴിക്കില്ല. അവന് വേണ്ട, എന്ത് ചെയ്താൽ അവൻ കഴിക്കില്ല. വാഴപ്പഴവും മറ്റു പഴങ്ങളുമായിട്ട് എന്താ വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. അവൻ്റെ ശരീരത്തെ ട്രെയിൻ ചെയ്ത ഒരു ട്രെയിനിങ് ഉണ്ട്. അവൻ അതിന് അടിമയായിപ്പോയി. അപ്പോൾ അവന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ അംഗീകരിക്കാൻ അവൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല. അവനിത് തിന്നാൻ കൊള്ളാത്തതാണെന്ന് ചിന്തിച്ചിട്ടോ ഇത് വേണ്ടാന്ന് ചിന്തിച്ചിട്ടോ എന്നല്ല, അവൻ്റെ ചിന്തയിൽ അത് കഴിക്കാൻ തന്നെ ആഗ്രഹം. പക്ഷേ വായിൽ വയ്ക്കുമ്പം അവനത് ശരിയാവുന്നില്ല. കാരണം അവൻ്റെ ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഉദാഹരണം പറയാം. നമുക്കറിയാം, പണ്ട് ഈ രാജാക്കന്മാർക്കൊക്കെ രാജധാനികളിൽ ഷണ്ടന്മാരുണ്ടായിരുന്നു, അല്ലേ? അവർ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാക്കിയവരെന്ന് നമ്മൾ ബൈബിളിലും വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രാജധാനിയിൽ ധാരാളം ഷണ്ടന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ഇവരെ ഈ വന്ധ്യംകരിച്ചിട്ട് രാജധാനിയിൽ സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? രാജാവിന് ധാരാളം വെപ്പാട്ടുകൾ കാണും. അപ്പോൾ അവർക്ക് ആർക്കും പോയി ഒരു ഉപദ്രവവും ഈ ഷണ്ടന്മാരാക്കി കഴിഞ്ഞാൽ ഇല്ല. ഷണ്ടന്മാരാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കളഞ്ഞു. അതുകൊണ്ട് ആ നിലയിലുള്ളൊരു പാപം അവരിൽ ഉണ്ടാവില്ല. അപ്പോൾ ശരീരത്തിൽ നിന്ന് തന്നെ പാപത്തിൻ്റെ പ്രമാണം ഉണ്ടാകുന്നുണ്ടോ? ശരീരത്തെ നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റുമോ? ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പിനെന്ന് വചനത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ, അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്
നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു, ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ശരീരം ഉണ്ടെങ്കിലേ പാപം ചെയ്യാൻ കഴിയുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ശരീരമുള്ളവർക്ക് ശരീരത്തിൽ തന്നെ പാപത്തിൻ്റേതായിട്ടുള്ളൊരു ചായ്വ് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇനിയും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ആത്മീകരല്ല എന്ന് നമ്മൾ പലരും പലരെക്കുറിച്ചും അങ്ങനെ വിധി എഴുതുന്നതായിട്ടുള്ളൊരു പരിപാടി ഞാൻ നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരാൾ എങ്ങനെയാണ് ആത്മീകനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അത് നമ്മളുടെ തോന്നലല്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിന് ചില വഴികളൊക്കെ ഉണ്ട്. കാരണം ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അല്ലേ? ആത്മാവിൻ്റെ ഫലത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയജയം എന്നുള്ളതുണ്ടല്ലോ, സൗമ്യത. ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ നിറവുള്ളവരാണോ, ആത്മാവിലാണോ, ആത്മാവിനാൽ ജീവിക്കുന്ന ആളാണോ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 9 കാര്യങ്ങളിൽ 9 കാര്യങ്ങൾ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ അവരിലുണ്ടാകും. വ്യാജമായിട്ട് നമുക്ക് സ്നേഹിക്കാം, ഇല്ലാത്ത സ്നേഹം കാണിക്കാൻ കഴിയും. പക്ഷേ ഈ 9 കാര്യങ്ങളും വ്യാജമായിട്ട് ആർക്കും കാണിക്കാൻ കഴിയില്ല. 9 കാര്യങ്ങളും വ്യാജമായിട്ട് ഒരാൾക്ക് കാണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്കൊരാളെ ഇനിയിപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്താനല്ല, നമുക്ക് നമ്മെ തന്നെ നമ്മൾ ആത്മീയരായണോ അല്ലയോ എന്ന് വിലയിരുത്തണമെങ്കിൽ ഈ 9 കാര്യങ്ങൾ നമ്മളിൽ ഏതൊരളവിൽ ഉരുവായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അതിനൊരു അടയാളമാണ്. ഇനി ഞാൻ ജഡികനാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 10-15 എണ്ണം അല്ലേ? അത് നമ്മളിൽ ഏതൊരളവിലുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ജഡിക സ്വഭാവങ്ങൾ മാറ്റിക്കളയുന്നതിന് ആനുപാതികമായിട്ട് മാത്രമേ ഈ ആത്മീയമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ വളരുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം ഞാനിവിടെ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ കോണുകളിൽ നിന്നും കേൾക്കുന്നതായിട്ടുള്ളൊരു വാക്യമാണ്, പിതാവിനെയും പുത്രനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ അല്ലേ? നിങ്ങളെല്ലാവർക്കും അതറിയാമല്ലോ. പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് ജീവൻ. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എത്രയോ തവണ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മനസ്സിലായേ? നിങ്ങൾക്ക് ആർക്ക് വേണേലും പറയാം, പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏത് അറിവ്? എത്രത്തോളമുള്ള അറിവ്? ആർക്കെങ്കിലും പറയാമോ? അറിയാവോ? നിത്യജീവനാണത്. അപ്പം നിത്യജീവൻ അതാകുമ്പം അത് അറിഞ്ഞില്ല പിന്നെ നമുക്ക് എങ്ങനെയായി നിത്യജീവൻ ഉണ്ടോ, കിട്ടിയില്ലയോ എന്ന് അറിയേണ്ടത്? അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതിന് എന്തറിവ്? എത്രത്തോളം അറിവ്? അതിൽ യാതൊരു ക്ലാരിറ്റിയുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ ഒരു വാക്യത്തെ കേന്ദ്രീകരിച്ചൊരു പഠിപ്പീര് നമ്മളായിരുന്ന സഭകളിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ വിശദമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് കൂടെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സിലാക്കാതെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ യഥാർത്ഥത്തിൽ ബൈബിൾ എഴുതപ്പെട്ടതായിട്ടുള്ള ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ വാക്കിലേക്ക് പോയപ്പോൾ അതിന് ഗിനോസ്കോ എന്നാണ് ആ വാക്ക് അവിടെ ഉള്ളത്. ഗിനോസ്കോ എന്ന് പറഞ്ഞാൽ ഒന്നാകുക എന്നാണ് അർത്ഥം. ഒന്നാവുക, ടു ബിക്കം വൺ, ഒന്നാകുക. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് ഒന്നാകുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവിനെയും പുത്രനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്ക്. അപ്പോൾ വളരെ ക്ലിയറായി എന്താണ്? പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പിതാവിനോടും പുത്രനോടും ചേരുന്നതാണ് നിത്യജീവൻ. ബൈബിളിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ടല്ലേ? എന്നിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ അവനിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാനായിട്ട് കഴിയുകയില്ല. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഞാനും പിതാവും വന്ന് അവനിൽ വാസം ചെയ്യും. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സംഗതി ക്ലിയറായി അല്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും ഇനി വ്യാഖ്യാനം ആവശ്യമുണ്ടോ? അങ്ങനെ ഞാൻ ഒരിക്കൽ ഗ്രീക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല.
അങ്ങനെ ഒരിക്കലും ഈ ഗ്രീക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഗ്രീക്ക് ഉപയോഗിച്ചത് 2 മാസം മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്നാനം ഉണ്ടായിരുന്നല്ലോ 2 കുഞ്ഞുങ്ങളുടെ ആ സമയത്താണ്. അപ്പോൾ മലയാളം ബൈബിളിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്നെഴുതി അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പം ക്രിസ്തുവിൽ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ. അപ്പോൾ ഇത് രണ്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വചനം പഠിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതെന്താണ് എന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ടത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ അതിൻ്റെ ഗ്രീക്കിലേക്ക് പോയി. ഞാൻ കുറച്ചു കാലം ഗ്രീക്ക് പഠിക്കുകയും അത്യാവശ്യം വായിച്ചും കേട്ടും നോക്കിയും മനസ്സിലാക്കാനായിട്ടുള്ള പ്രാവീണ്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ എഴുതാനോ പറയാനോ ഒന്നുള്ള പ്രാവീണ്യം എനിക്കില്ല. പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്. ആ വാക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങളെന്നും ക്രിസ്തുവിൽ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങളെന്നും 2 രീതിയിലും തർജ്ജമ ചെയ്യാൻ പറ്റുന്നൊരു വാക്കാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തവർ ഒരു രീതിയിൽ ചെയ്തു, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തവർ വേറൊരു രീതിയിൽ ചെയ്തു. ഞാനത് പറഞ്ഞതാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ ജഡമാണ്, ഞാൻ എന്നെ തന്നെ ഉയർത്തുകയാണ്, പൊക്കുകയാണ് എന്നുള്ളതായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് അതിന് പുറകെ വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു നിഗളിയായി പോയാൽ എനിക്ക് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് പിശാചിന് വരുന്ന ശിക്ഷയാണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങളും ആർക്കും എപ്പോൾ വന്നേലും എന്നിൽ എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ അനുവാദവും ആ അനുവാദം കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ തെറ്റായിരിക്കാം. അത് തിരുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ലാത്ത ആളാണ്. എന്നാൽ ഞാൻ എടുക്കുന്നതായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അഹങ്കാരത്തിൽ നിന്നാണ്, നിഗളത്തിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് ചിലപ്പം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, അതും ജഡത്തിൽ നിന്നാണ് എന്ന് തുടങ്ങിയതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ. ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാം, ആത്മാവിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്ന് വരെ പറഞ്ഞതായിട്ടുള്ള സാഹചര്യമുണ്ടായി. ആത്മാവിൻ്റെ ഒരു അംശം പോലുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിവിധ സഭകളിലുള്ള പല ആളുകളെ കോണ്ടാക്ട് ചെയ്തു. സഹോദരന്മാരെ, എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് അത് മുഴുവൻ ജഡത്തിൽ നിന്നാണ്, ആത്മാവിൽ നിന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിച്ചപ്പം അവരിൽ ആരും അങ്ങനെ പറഞ്ഞില്ല. നമ്മുടെ സഭയിലും ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു, അവർക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി ഇല്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു രൂപവുമില്ല. ശരി, സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രായോഗിക, സഭ നന്നായി പോകുന്നതിന് മറ്റുള്ള മറ്റൊരു പ്രായോഗിക നിർദ്ദേശമുണ്ട്. സ്വാഭാവികമായും സഭയിൽ വ്യത്യസ്ത സ്വഭാവങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളാണ്, എല്ലാവരും കുറവുകളുള്ളവരുമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിൽ ഇടർച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? നിങ്ങളിൽ കൊള്ളാവുന്നവർ വെളിവാകേണ്ടതിന് ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം, അല്ലേ? അസാധ്യം. അത് ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇടർച്ച വരുത്തുന്നതിന് അയ്യോ കഷ്ടം. അപ്പോൾ ഒരു ഇടർച്ച വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പേരിരുന്ന് സംസാരിക്കുക, അല്ലേ? അങ്ങനെയല്ലേ വചനത്തിൽ? അങ്ങനെയല്ലേ? നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നീയും അവനും മാത്രമുള്ളപ്പോൾ. നീ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്കാനല്ല പറഞ്ഞത്, നീയും അവനും മാത്രമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ ഉണ്ടാകാൻ പാടില്ല, അവൻ്റെ ഭാര്യ ഉണ്ടാകാൻ പാടില്ല, നിൻ്റെ കുടുംബക്കാർ ആരും ഉണ്ടാകാൻ പാടില്ല, അവൻ്റെ കുടുംബക്കാരും ആരും ഉണ്ടാകാൻ പാടില്ല, സഭയിലെ ആരും ഉണ്ടാകാൻ പാടില്ല. നീയും അവനും മാത്രമുള്ളപ്പോൾ. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് അങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ പല ആളുകളും പറ്റില്ല, സഭയിൽ പരസ്യമായിട്ട് പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ്. പ്രിയമുള്ളവരെ, ഇടർച്ചകൾ വരും, ഒക്കെ വരും. പക്ഷെ അവിടെയൊന്നും നമ്മൾ പരാജയപ്പെടാനായിട്ട് പാടില്ല. നമ്മൾ വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് തന്നെ നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ അത് സഭയ്ക്കൊരു നിലനിൽപ്പില്ലാതെ വരും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും ഈ ക്രിസ്തീയ ജീവിത പാതയിൽ നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആളുകളാണ്. ഒരാൾ വീഴാൻ തുടങ്ങിയാൽ അവരെ താങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഞാൻ മഹാനെന്ന് പറഞ്ഞ് ഒരാൾക്ക് മുമ്പേ പോയി ബാക്കിയുള്ളവർ ഇട്ടച്ച് പോകാൻ പറ്റുന്ന ഒരു മാർഗമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് എങ്ങനെയാ? ഈ കൈക്ക് ഒരു അപകടം വന്നാൽ ഈ കൈ അതിനെ താങ്ങാനായിട്ട് വരില്ലേ? അത് ദൂഷിക്കാനായിട്ടാണ് വരുന്നത്?
അല്ലെങ്കിൽ അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ കനീക്കായി പറയുമോ, അല്ലെങ്കിൽ തല പറയുമോ? ഇല്ല. ക്രിസ്തീയ ജീവിതം എന്തെന്നുള്ളത് ഇതുവരെയും മനസ്സിലാക്കാത്തതാണോ അനേകം ആളുകളുടെയും കുഴപ്പമെന്ന് ഞാനങ്ങനെ ഭയപ്പെട്ടു പോയി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കടന്നുപോയതായിട്ടുള്ള തീയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിരുന്നു. തീയിൽ കൂടെ എന്ന പോലെ ഞാൻ കടന്നുപോയി. നമ്മൾ ആരെയും ഉപേക്ഷിക്കുന്നില്ല. ബലഹീനരെ താങ്ങുവിനെന്നാണ് പ്രമാണം. ബലഹീനരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞേരെന്നല്ല. ബലഹീനതകൾ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ആരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇത്രയെല്ലാം ഉള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ ചില സഹോദരന്മാരോട് അറിയിച്ചിട്ടുണ്ട്. അത് സഭയിലെ സഹോദരന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് അറിയിച്ചിട്ടുള്ളതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് പിന്നാലെ അതിൻ്റെ പരിസമാപ്തി എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ഒരുമിച്ച് പോകുവാനായിട്ടാണ് നമുക്ക് ആഗ്രഹവും നമ്മുടെ താല്പര്യവും. എന്നാൽ അത് ഒരു സഭയുടെ നാശത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നതെങ്കിൽ അത് മുളയിലേ നുള്ളുക എന്നുള്ളതാണ് ദൈവഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് ഇപ്പോൾ തരാം, ഇപ്പോൾ തന്നെ ചോദിക്കാം. അതല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം.